എയ്ത്ത് ടേം അല്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എട്ടാമത്തെ ടേം എത്രയാണ്? 2. 12ാമത്തെ ടേം 8. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. വിഭാസ എന്ത് കണ്ടുപിടിക്കാം? അപ്പോൾ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ ഡി കൊണ്ട് സൂചിപ്പിച്ചാൽ 8 - 2 ഡിവൈഡഡ് ബൈ 12 - 8. 8 ഇത് 2 കുറച്ചാൽ 6, 12 8 കുറച്ചാൽ 4. 6നെയും 4നെയും നിങ്ങൾക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കട്ട് ചെയ്യാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് മാത്രം വെച്ച് നമുക്ക് ഓൾജിബ്രിക് ഫോം എഴുതാൻ പറ്റത്തില്ല. എഴുതണമെങ്കിൽ എന്തുകൂടെ വേണം? ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം ഈക്വൽ 8ാമത്തെ ടേമും ഉണ്ട് 12ാമത്തെ ടേമും. ഇതിൽ ആരാണ് ഫസ്റ്റ് ടേമിനോട് അടുത്ത് നിൽക്കുന്നത്? അവിടുന്ന് തുടങ്ങാം. 8th ടേം. 8th ടേം കഴിഞ്ഞിട്ടുള്ള ടേമാണോ അതോ അതിന് മുമ്പുള്ള ടേമാണോ ഫസ്റ്റ് ടേം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് 7. ഈ 7 എടുത്ത് കിട്ടി. ഈ 8ഉം ഈ 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 7. 7 ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ 2 മൈനസ് അല്ലേ 7 ഇൻറ്റു 3/2 ഈക്വൽ 2 മൈനസ് 7 3 21/2. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരാം. 7 ഇൻറ്റു 3/2 അല്ലേ? 7 എന്ന് പറഞ്ഞാൽ 7/1 എന്നാണ് അർത്ഥം. ആണോ? ഇത് 2 ഫ്രാക്ഷൻ അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ. അടിപൊളിയായിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആക്കും. 7 ഇൻറ്റു 3 21 ബൈ 1 ഇൻറ്റു 2 2. ആൻസർ 21/2. 21ന്റെ പകുതി എത്ര? 10.5. അതാണ് ആ കുച്ചൂടെ എന്ത് എഴുതി വെച്ചേക്കുന്നത്? 10 and 1/2 എഴുതി വെച്ചേക്കണം. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോൾ 2ൽ നിന്ന് 10.5 കുറയ്ക്കണം. 2ൽ നിന്ന് 10.5 കുറച്ചാൽ 10.5യിൽ നിന്ന് ആദ്യം 2 കുറയ്ക്കാം. അപ്പം എത്ര കിട്ടും? 8.5 ഇല്ലേ? പക്ഷെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. -8 and a half ആണ്. -8 and a. അപ്പോൾ ഓൾജിബ്രിക് ഫോം xn ഈക്വൽ f + n - 1 ഇൻറ്റു ഡി. അപ്പം മൈനസ് 8 and a half പ്ലസ് n - 1 ഇൻറ്റു 3/2. അപ്പോൾ 8 and a half പ്ലസ് ബ്രാക്കറ്റ് ഗുണിക്കുന്നു 3/2n -1 ഇൻറ്റു 3/2 -3/2. ആണോ? അതിൽ എന്നുള്ള ടേം എടുത്ത് നമുക്ക് ആദ്യം എഴുതാം. എന്നുള്ള ടേം ആരാ? 3/2n ആദ്യം എഴുതി. ഇനിയും ഇത് മൈനസ് അല്ലേ? ഈ -8 and 1/2 -3/2 ഇങ്ങനെ കിടക്കണേ. ഈ മൈനസ് അവിടെ തന്നെ നിൽക്കട്ടെ. ഈ 8 and 1/2 ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ മിക്സർ ഫ്രാക്ഷൻ ആണോ? അതൊന്ന് ഇംപ്രോപ്പർ ആക്കിക്കും. 8 × 2 16. 16 + 1 17. അപ്പോൾ 17/17/2 -3/2. ഈ 2 ഫ്രാക്ഷൻസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അപ്പോൾ നമ്മൾ ആ ഡിനോമിനേറ്റർ അങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നു. -17 -3 ആണോ? -17 -3 -20/2. ആൻസർ -10. അപ്പോൾ ഇവിടെ എന്തോ വരുന്നത്? 3/2n മൈനസ്. ഇങ്ങനെയാണോ ചെയ്തവർക്ക് ഉത്തരം കിട്ടിയത്? ഡെസിമൽ ആക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ചെയ്യാൻ നല്ലത് ഫ്രാക്ഷൻ തന്നെയാണ്. ഡെസിമൽ ആക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഡെസിമൽ എഴുതിയവരുണ്ടെങ്കിൽ വെട്ടിക്കളയരുത്. അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പാരലായിട്ട് ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതിയിട്ടാൽ മാത്രം മതി. വേറെ ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും? ചോദിച്ചോ. അല്ല എവിടാ? ഓരോന്നോട്ട് പറ. 1.5 എങ്ങനെ ഡെസിമലായിട്ട് ചെയ്യുന്നത്? 1.5 ഡെസിമൽ അല്ലേ? 3/2നെ 1.5 എന്ന് എഴുതി. അതോ? അപ്പോൾ കുഴപ്പമില്ല. കഴിവതും നിങ്ങൾ ഡെസിമൽ ആക്കാതിരിക്കുക. ഫ്രാക്ഷൻ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അതാണ് ചെയ്യാനുള്ളത്. അത് സംഗതി കറക്റ്റാണ്. നിങ്ങൾ കഴിവതും
ഫ്രാക്ഷൻ ആയിട്ട് തന്നെ ഇട്ട് ചെയ്യുന്നതാണ് ചെയ്യാൻ എളുപ്പം. ഇവിടെ കിട്ടിയോ? ആ ചെറിയൊരു പ്രശ്നമുണ്ട്. ഏത് 10 വരെ? ആ the arithmetic sequence with the first term 1/3 and a common difference 1/6 contains അർത്ഥം പറയും. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇനി എന്തോ പ്രൂവ് ചെയ്യേണ്ടത്? ഈ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മളിങ്ങനെ തുടർന്ന് എഴുതി പോകുമ്പോൾ അതിൽ എല്ലാ നാച്ചുറൽ നമ്പർ കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 എക്സെട്ര അങ്ങോട്ട് എല്ലാ നാച്ചുറൽ നമ്പറുകളും ഇതിലെ ആരാണെന്ന് പ്രൂവ് ചെയ്യണം, ടേമുകളാണെന്ന് പ്രൂവ് ചെയ്യണം. ചോദ്യം ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ എഴുതുക ഫസ്റ്റ് ടേം ഈക്വൽ എഫ് ഈക്വൽ 1/3 കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 1/6 ബ്രാക്കറ്റിൽ ഗിവൺ. ഇങ്ങനെ ചിലർ ആ സീക്വൻസിലുണ്ട്, അല്ലെങ്കിൽ ചിലർ ഈ സീക്വൻസിൽ വരുത്തില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രൂവ് ദാറ്റ് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ ഒറ്റ കാര്യം ആദ്യം കണ്ടുപിടിക്കും. എന്തായിരിക്കും അത്? അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓൾജിബ്രിക് ഫോം അങ്ങോട്ട് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതുക ഓൾജിബ്രിക് ഫോം ഈക്വൽ xn ഈക്വൽ f പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, വില കൊടുത്ത് പറയുക. എഫ് എത്ര? 1/3 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വില 1/6. അടുത്ത 1/3 എങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 1/6 n/6 അല്ലെങ്കിൽ 1/6 ആണോ? -1 ഇൻറ്റു 1/6 -1/6. എവിടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എഴുന്നേറ്റോടെ ചോദിച്ചോ. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ഇതിൽ n ഉള്ള ആളിനെ എടുത്ത് ആദ്യം എഴുതി n/6. ഇനി ബാക്കിയുള്ള ആരാ? 1/3 മൈനസ് അതൊന്ന് വർക്കിംഗ് ഓർഡറോട് മാറ്റി എഴുതിക്കുകയും 1/3 മൈനസ് 1/6 എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ. 1 ഇൻറ്റു 6 മൈനസ് 1 ഇൻറ്റു 3 ബൈ 3 ഇൻറ്റു 6. 6 മൈനസ് 3 എത്ര? 3 ബൈ 3 ഇൻറ്റു 6. 3യും 3യും കട്ടായി പോയാൽ എന്തോ കിട്ടും? 1/6. അത് പ്ലസ് ആണോ മൈനസ് ആണോ? അത് പ്ലസ് ആണോ മൈനസ് ആണോ? -1 പ്ലസ് 1/6. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ഇത് രണ്ട് ഫ്രാക്ഷൻസ് അല്ലേ? എങ്ങനെയുള്ള ഫ്രാക്ഷൻ? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻസ്. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ആ ഡിനോമിനേറ്റർ അങ്ങോട്ട് എടുത്തെഴുതി ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. n+1 ഡിവൈഡഡ് ബൈ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ട്രെയിനിങ് പോയിന്റിലെത്തി. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അതിൻ്റെ ഓൾജിബ്രിക് ഫോം. എന്തുവാ ചോദ്യം? എല്ലാ നാച്ചുറൽ നമ്പറുകളും ഇതിലെ ടേമായിട്ട് വരുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഈ ഡിനോമിനേറ്ററിലെ 6-ന് ഇനി മാറ്റമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 6-ന് വല്ല മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാകുന്നത് ആർക്കാ? ന്യൂമറേറ്റർ. എന്നിന് വില കൊടുക്കുന്നതനുസരിച്ച് ന്യൂമറേറ്റർ മാറി വരും. ഈ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ 6ന്റെ മൾട്ടിപ്പിളോ ആകുമ്പോൾ
നിങ്ങളുടെ ടേം ഉണ്ടല്ലോ, ഉത്തരമായിട്ട് കിട്ടുന്ന ആ ടേം, അതൊരു നാച്ചുറൽ നമ്പറാകും. മനസ്സിലായില്ല? ഒന്ന് ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ ഒന്നുകിൽ ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടണം. അപ്പോൾ 6/6 എത്ര? 1. അതൊരു നാച്ചുറൽ നമ്പർ അല്ലേ? അല്ലേ? അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ 12 വരണം. അപ്പോഴും ഡിനോമിനേറ്റർ 6 തന്നെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. 2 നാച്ചുറൽ നമ്പർ അല്ലേ? വീണ്ടും 18/6 ഉത്തരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ നമ്പറുകളൊക്കെ ഇതിലെ ടേമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ n+1 എന്ന് പറയുന്ന ന്യൂമറേറ്ററിൻ്റെ സ്ഥാനത്ത് 6ൻ്റെ മൾട്ടിപ്പിൾസോ എന്ത് ചെയ്യണം? വരണം. അങ്ങനെ വന്നാൽ എല്ലാ നാച്ചുറൽ നമ്പറുകളും ഈ സീക്വൻസിലെ ടേമായിട്ട് വരത്തില്ലേ? വരുമോ? എഴുതുക. We have to prove that this arithmetic sequence contains all natural numbers. അപ്പോൾ അടുത്ത വരിയിൽ which implies either the numerator is 6 or a multiple of 6. അപ്പോൾ ഒന്നുകിൽ ന്യൂമറേറ്റർ ആരായിരിക്കണം? 6 ആയിരിക്കണം. അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കാം, ഈ ന്യൂമറേറ്ററിൽ 6 വരണമെങ്കിൽ ഈ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 5 കൊടുക്കണം. എങ്കിലല്ലേ 5+1 എത്ര ആകത്തുള്ളൂ? അപ്പോൾ എഴുതുക. put n equal 5. അപ്പോൾ എവിടൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ 5 കൊടുക്കണം. കണ്ടേ, ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ ഏത് 5? x5 is equal to പറഞ്ഞോ 5 + 1. 5 + 1 ഇതല്ലേ എൻ്റെ ഓൾജിബ്രിക് ഫോം. ഇതിനകത്തിൽ എവിടൊക്കെ n ഉണ്ടോ അവിടൊക്കെ 5 കൊടുക്കണം. അപ്പോൾ x5 = 5 + 1/6. അപ്പോൾ 6/6 ആൻസർ 1, a natural number. അണ്ണാ ഇവിടെ കിടപ്പുണ്ട്, ബോർഡിലുണ്ടല്ല എന്ന് എഴുതി വെച്ചതിന് അർത്ഥം വല്ലതും പിടി കിട്ടിയോ? ഈ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതി 5ാമത്തെ ടേമിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പറായ ആരെ കാണാൻ പറ്റും? 1നെ കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ന്യൂമറേറ്ററിൽ എത്ര വരണം? 12. ന്യൂമറേറ്ററിൽ 12 വരണമെങ്കിൽ എന്നിന് എത്ര കൊടുക്കണം? 11. അപ്പോൾ എഴുതുക. put n equal 11. സ്പീക്ക് ആയിട്ട് പറഞ്ഞാട്ടെ. x11 equal 11 + 1/6. 11 + 1 12/6. ആൻസർ 2. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ അർത്ഥം പറയൂ. അർത്ഥമൊന്നുമില്ല. ഈ കോമൈറ്റയുടെ നാച്ചുറൽ നമ്പർ എഴുതണം. അർത്ഥം പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഈ സീക്വൻസ് എഴുതി മുന്നോട്ട് പോകുമ്പോൾ 11ാമത്തെ ടേം എന്ത് നമ്പറായിരിക്കും? 2ാമത്തെ നാച്ചുറൽ നമ്പറായ 2 ആയിരിക്കും. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ മതിയല്ലോ. ഇനി എത്ര വരണം നമ്മൾ പറഞ്ഞത്? ന്യൂമറേറ്റർ 18 വരണം. ന്യൂമറേറ്ററിൽ 18 വരണമെങ്കിൽ എന്നിന് എത്ര കൊടുക്കണം? അപ്പോൾ എഴുതുക. put n equal 17. പറഞ്ഞാട്ടെ. x17 is equal to 17 + 1/6. 17 + 1
18/6 ഈസ് ഈക്വൽ ടു 3, എ നാച്ചുറൽ നമ്പർ. അർത്ഥം പറഞ്ഞാട്ടെ. ഉണ്ടതില്ല. ഏഴാമത്തെ ടേം 17ാമത്തെ ടേം മൂന്നാമത്തെ നാച്ചുറൽ നമ്പരായ. ഇനി ഈ എന്നിന് കൊടുത്ത വിലകൾ നിങ്ങളൊന്ന് നോക്കിക്കേ. 5, 11, 17. ഇതിന് പ്രത്യേകത ഓഡ് നമ്പരും 6 വീതം കൂട്ടിക്കൂട്ടി പോകും. അപ്പം ഇനി അടുത്ത നാച്ചുറൽ നമ്പറിനെ നിങ്ങൾക്ക് എവിടെ ആയിരിക്കും കാണാൻ പറ്റുന്നത്? 17നോട് 6 കൂട്ടുന്ന 23ാമത്തെ പൊസിഷനിൽ എന്ന് പറയുമ്പോൾ 23 + 1 24. 24 ഡിവൈഡഡ് ബൈ 6 4. അടുത്ത നാച്ചുറൽ നമ്പറായ 4 കിട്ടിയില്ലേ? കിട്ടിയോ? ഇങ്ങനെയുള്ള പൊസിഷനുകളിൽ വെച്ച് നിങ്ങൾക്ക് ആരെ കണ്ടെത്താൻ പറ്റും? നാച്ചുറൽ നമ്പറുകളെല്ലാം കണ്ടെത്താൻ പറ്റത്തില്ലേ? അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതി വെക്കുക. വിച്ച് ഇംപ്ലൈസ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് contains all natural numbers. ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ആരുണ്ട്? എല്ലാ നാച്ചുറൽ നമ്പറുകളും ഉണ്ട്. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. കാര്യം പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എത്ര ആയിരുന്നു? 4. 4 ചോദ്യം വായിച്ചാട്ടെ. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് with the first term 1/3 and common difference 2/3 contains all odd numbers but no. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? 1/3 കോമൺ ഡിഫറൻസ് 2/3 ആയിട്ടുള്ളൊരു അരിത്തമെറ്റിക് സീക്വൻസ്. ആ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹരിനാരായണ ദേവനാരായണ നമ്മളിങ്ങനെ എഴുതി പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ പോകുന്നിടത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെ കാണാൻ പറ്റും? ഓഡ് നമ്പറുകളെ കാണാൻ പറ്റും. ഒരിടത്തും നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീക്വൻസ് എല്ലാം എഴുതി കാണിക്കാനല്ല പരിപാടി. ഇതെന്ത് ക്വസ്റ്റ്യനാ? പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ഐഡിയ പറഞ്ഞത് എന്തുവരുന്ന ഐഡിയ? ആദ്യം ഇതിൻ്റെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓൾജിബ്രിക് ഫോം അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തുടർന്നുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. വേഗം ചെയ്താട്ടെ. കഴിഞ്ഞ കണക്ക് ചെയ്തതുപോലെ ഓൾജിബ്രിക് ഫോം വരെ കണ്ടുപിടിക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടൈം എത്ര? അപ്പോൾ ഫസ്റ്റ് ടൈം ഈക്വൽ F ഈക്വൽ 1/3. അടുത്ത കോമൺ ഡിഫറൻസ് ഈക്വൽ D ഈക്വൽ 2/3. ഓൾജിബ്രിക് ഫോം ഈക്വൽ xn ഈക്വൽ F പ്ലസ് n-1 ഇൻറ്റു D. ഇവിടെ അപ്പോൾ F എത്ര? 1/3 പ്ലസ് n-1 ഇൻറ്റു 2. അപ്പോൾ 1/3 പ്ലസ് n ഇൻറ്റു 2/3 അല്ലെങ്കിൽ 2n/3. കേട്ടോ? 2/3 എന്നാണ് 2n/3 മനസ്സിലുണ്ട്. -1 ഇൻറ്റു 2/3 -2/3. ഇതിൽ എന്നുള്ള ടൈം എടുത്ത് ഞാൻ ആദ്യം എഴുതി 2n/3 ആണോ? ഇനി മിച്ചമുള്ള ആരും 1/3 -2/3. ഇത് സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 1 - 2 എത്ര? -1. അപ്പം -1/3. ഓക്കെ. ഇത് വീണ്ടും 2 ഫ്രാക്ഷൻ അല്ലേ? എങ്ങനെയുള്ള ഫ്രാക്ഷൻ? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള 2 ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ സെയിം ആയ 2 ഫ്രാക്ഷൻ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതുക. ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. 2n - 1
ഞാൻ ഒന്നും എടുത്ത് എഴുതുന്നു. xn ഈക്വൽ 2n മൈനസ് 1/3. ഇതാണ് ഈ സീക്വൻസിൻ്റെ എന്ത് ഫോം? ഓൾജിബ്രൈക് ഫോം. ഇത്രയും ശരിയാണെന്ന് നോക്കി. ലിങ്ക് ചെയ്താൽ നമ്മുടെ ഉത്തരം എത്താൻ പറ്റും. ശ്രദ്ധിക്കണം. ഈ 2n മൈനസ് 1 അല്ലേ ഇവിടുത്തെ ന്യൂമറേറ്റർ ആണേ. ഇയാളെ ഈ പാഠത്തിൽ എവിടെയെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ടോ? അനന്യക്ക് എവിടെ കണ്ടത്? ശരിയാ. ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രിക് ഫോമാണ് 2n മൈനസ് 1. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത കേട്ടില്ലേ? ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം? ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം? ഓർമ്മിക്കണം എന്ന അത് കണക്കിന് ഭയങ്കര ആവശ്യമുള്ളതാണ്. എപ്പോഴും ഓർമ്മിക്കണം, എങ്കിലേ നമുക്ക് യഥാസമയത്ത് ഉപയോഗപ്പെടുത്തുള്ളൂ. പരീക്ഷാകോട് വിട്ട് പുറത്തിറങ്ങിയിട്ട് ഓർമ്മിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ഓർത്തെടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഓർമ്മ അഥവാ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്റർ കിടക്കുന്ന 2n മൈനസ് 1 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട്. ഓഡ് നമ്പറുകളൊക്കെ എന്ന് പറഞ്ഞു 1, 3. നിൽക്കുന്നു. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോർമൽ കേസ് ഡിവിഷൻ പറ്റത്തില്ല. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അടുത്ത എത്ര? 5. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പർ ഒരു ഓഡ് നമ്പരും ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 3ആണ്. ഓരോ ഓഡ് നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും ഉത്തരമായിട്ട് എന്ത് നമ്പർ കിട്ടില്ല? ആലോചിച്ചിട്ട് പറയണം. ശ്രദ്ധിക്കുക, ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തില്ല. ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പർ ഒരു ഓഡ് നമ്പറാണ്. അതിനകത്ത് അംശമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ആ ഓഡ് നമ്പറിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും ഒരു ഈവൻ നമ്പർ ഉത്തരമായി കിട്ടില്ല. ശരിയോ തെറ്റോ? കറക്റ്റാണല്ലോ. അപ്പോൾ ഉത്തരത്തിലെ പകുതി റെഡിയായില്ലേ? ഏത്? ഈവൻ നമ്പർ കിട്ടത്തില്ല എന്നുള്ള കാര്യം കിട്ടിയില്ലേ? ഇനി എന്തോ കിട്ടിയാൽ മതി. അത് നമുക്ക് മറ്റേ കണക്കിലെപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാര്യം പിടി കിട്ടിയോ? ഏതാ? അങ്ങനെ കിട്ടുമെന്ന് നമ്മൾ തെളിയിക്കണം. ഈവൻ നമ്പർ കിട്ടാത്തത് കൊണ്ട് ഓഡ് നമ്പർ കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓഡ് നമ്പർ കിട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അതാണ് നമ്മുടെ ജോലി. ഓഡ് നമ്പരൊന്നും ഇതിനകത്തിലെ ടേമായിട്ട് വരുത്തില്ലെന്നും എല്ലാ ഓഡ് നമ്പരും ഇതിനകത്തിലെ ടേമായിട്ട് വരുമെന്നും നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഒരാളില്ലെന്നും മറ്റേയാൾ ഉണ്ടെന്നും എന്ത് ചെയ്യണം? തെളിയിക്കണം. കാര്യം ഇവിടെ കിട്ടിയോ? അപ്പോൾ എന്ത് ചെയ്യട്ടെ? ഹിയർ നേരത്തെ പറഞ്ഞു. ഹിയർ 2n minus 1 ഇത് ന്യൂമറേറ്ററിൻ്റെ കാര്യമാണ്. ഈസ് ആൻ ഓഡ് നമ്പർ. അതിലിറക്കൊരു സംശയമുണ്ടോ? ഇല്ല. ഫുൾ സ്റ്റോപ്പ്. ഡിവൈഡിങ് ആൻ ഓഡ് നമ്പർ by 3 never gives an even number. അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി, ഇതിനകത്തിൽ ആര് ടേമായിട്ട് വരുത്തില്ല. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി എന്ത് വരുമെന്ന് തെളിയിക്കണം. ഓടണം. അടുത്ത വരി എഴുതുക. when the numerator is 3 or a multiple of 3
comma we get a natural number, comma we get a natural number. നോക്കുക, നമ്മൾ തൊട്ടുമുമ്പ് കണക്ക് പറഞ്ഞ ഐഡിയ. ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2n-1ൻ്റെ സ്ഥാനത്ത് മൂന്നിൻ്റെ ഒരു മൾട്ടിപ്പിളോ വന്നാൽ അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കത്തില്ലേ? ആ നാച്ചുറൽ നമ്പർ എന്താണെന്ന് നോക്കിയാൽ മതി. ഓഡ് നമ്പറാണെന്ന് നോക്കിയാൽ പോരെ? എന്നോട് പറയാം. ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 2n-1ൻ്റെ സ്ഥാനത്ത് അടുത്ത 3ൻ്റെ ഒരു മൾട്ടിപ്പിളോ വന്നാൽ, ആരൊക്കെ വന്നാൽ? 3ൻ്റെ ഒരു മൾട്ടിപ്പിളോ വന്നാൽ അതിനെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3 കൊണ്ട് ശരൺ സാർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തുത്തരം കിട്ടും? ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. ആ നാച്ചുറൽ നമ്പർ എന്താണോ നോക്കിയാൽ മതി. ഓഡ് നമ്പറാണോ നോക്കിയാൽ മതിയല്ലോ. ആദ്യത്തെ ചോദ്യം, ഈ ന്യൂമറേറ്ററിൽ 3 വരുത്താനുള്ള മാർഗം എന്താണ്? എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടു കൊടുക്കണം. 2 ഗുണം 2, 4ൽ നിന്ന് 1 കുറച്ചാൽ 3, 3/3 1. എന്ത് നമ്പരാണ്? നാച്ചുറൽ നമ്പരുമാണ്, ഓഡ് നമ്പർ. അപ്പം എഴുതുക, put n is equal to 2. put n is equal to 2. പറഞ്ഞാട്ടെ, എവിടൊക്കെ n ഉണ്ടോ അവിടൊക്കെ 2 കൊടുക്കണം. x2 ഈക്വൽ 2 × 2 -1/3. 2 × 2 4 - 1/3. ആൻസർ 3/3 ഈക്വൽ ആനോഡ് നമ്പർ. ആനോഡ് നമ്പർ അനുഷ്കയുടെ പെടലിൽ മിക്കവാറും ഊരി വേറെ ഇരിക്കും. ഇനി അടുത്തത്, ഇവിടെ ഇനി 6 വരാൻ വല്ല മാർഗമുണ്ടോ? 7 - 1. ഈ ന്യൂമറേറ്ററിൽ ഇനി 6 വരാൻ വല്ല മാർഗമുണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്നിന് എത്ര കൊടുത്തത്? 2. 3 കൊടുത്താൽ എന്തോ സംഭവിക്കും? 2 ഗുണം 3 6. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. 5നെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4. 2 ഗുണം 4 8. 8ൽ നിന്ന് 1 കുറച്ചാൽ 7. 7നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അല്ല, പറ്റുമോ? ഇല്ല. അടുത്ത എത്ര കൊടുക്കാൻ പറ്റുന്നത്? 5. 2 ഗുണം 5 10. 10ൽ നിന്ന് 1 കുറച്ചാൽ 9. 9/3 3. അപ്പം എന്നിന് എത്ര കൊടുക്കാം? 9 കൊടുക്കുക. അതുകൊള്ളില്ല. 10 5. എന്നിന് ഏത് നമ്പർ കൊടുക്കുന്നത്? എഴുതുക, put n equal 5. put n equal 5. പറഞ്ഞാട്ടെ, x5 ഈക്വൽ 2 × 5 -1/3. 2 × 5 10 - 1/3 ഈക്വൽ 9/3 ഈക്വൽ 3. എന്ത് നമ്പർ? ആനോഡ് നമ്പർ. 2 ടേം കിട്ടിയാൽ ഇനി അടുത്തത് എവിടെ ഓഡ് നമ്പർ കിട്ടും നിങ്ങൾക്ക് തന്നെ പറയാം. 2 കൊടുത്തപ്പോൾ ആദ്യത്തെ ഓഡ് നമ്പർ കിട്ടി. 5 കൊടുത്തപ്പോൾ അടുത്ത ഓഡ് നമ്പർ കിട്ടി. ഇനി എവിടെ ആയിരിക്കും അടുത്ത ഓഡ് നമ്പർ കിട്ടുന്നത്? 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 3. ആ വ്യത്യാസം 5നോട് കൂടി കൂട്ടുക. എത്ര കിട്ടും? 8. അപ്പം എന്നിന് എത്ര കൊടുക്കണം? എഴുതുക, put n equal 8. പറഞ്ഞാട്ടെ, x8 ഈക്വൽ 2 × 8 -1/3. 2 × 8 16 - 1/3 ഈക്വൽ 15/3. 15/3 എത്ര? 5. എന്ത് നമ്പർ? നേരത്തെ നമ്മൾ പറഞ്ഞു
ഈവൻ നമ്പർ ഒന്നും ഇതിലെ ടേമായിട്ട് വരത്തില്ല. ഇപ്പം നമുക്ക് മനസ്സിലായി ആരിതിലെ ടേമായിട്ട് വരുമെന്ന്. ഓഡ് നമ്പറുകളെല്ലാം ടേമായിട്ട്. അപ്പോൾ എഴുതുക വിച്ച് എംപ്ലൈസ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് all odd numbers. This arithmetic sequence contains all odd numbers but no even numbers. ഒന്നും മനസ്സിലായില്ലല്ലോ. മനസ്സിലായി. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കും. അപ്പം നിങ്ങൾക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ട്, ഏത് അരിത്തമെറ്റിക് സീക്വൻസ്? 4, 7. അതിന് എന്തോ പ്രൂവ് ചെയ്യേണ്ടത്? The squares of all terms are also the terms of എന്ന് വെച്ചാൽ ഈ സീക്വൻസിലെ ഓരോ ടേമുകളുടെ സ്ക്വയർ. ഉദാഹരണത്തിന് ആദ്യത്തെ ആളാരാ? 4. 4ൻ്റെ സ്ക്വയർ 16 ഇതിലെ ടേമാണ്. രണ്ടാമത്തെ നമ്പർ എത്ര? 7ൻ്റെ സ്ക്വയറായ 49 ഇതിനകത്തിലെ. അങ്ങനെ ഇതിനകത്തിൽ ആരൊക്കെ ടേമായിട്ടുണ്ടോ അവരുടെയൊക്കെ സ്ക്വയറുകളും ഇതിലെ എന്താണെന്ന് തെളിയിക്കണം, ടേമാണ് തെളിയിക്കണം. അപ്പോഴും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനാണേ എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രിക് ഫോം ആദ്യം കണ്ടുപിടിച്ചാട്ടെ. നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒക്കെ അവർ തരികയാണെങ്കിൽ ഇവിടെ അതിന് പകരം സീക്വൻസിങ് വന്നേക്കാണ്. എല്ലാവരും അതിനകത്ത് വെച്ച് നമ്മൾ ആദ്യം ആ സീക്വൻസ് അങ്ങോട്ട് എഴുതും. ഏതാണ് സീക്വൻസ്? 4, 7, 10. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതി വെക്കാം? ഫസ്റ്റ് ടേം ഈക്വൽ എഫ് ഈക്വൽ 4. കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 7 - 4. എത്ര അത്? എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ ഓൾജിബ്രൈക് ഫോം ഈക്വൽ xn ഈക്വൽ f പ്ലസ് 1 ഇൻറ്റു എന്നോട് പറഞ്ഞാട്ടെ 4 പ്ലസ് n - 1 ഇൻറ്റു 4 പ്ലസ് ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 3 -1 ഇൻറ്റു 3 3 എന്നെടുത്ത് ആദ്യം എഴുതി 4 - 3 പ്ലസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതി വെക്കുന്നു xn ഈക്വൽ 3n + 1. ഇങ്ങനെല്ലാം കിട്ടിയാൽ ഇതാരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. കറക്റ്റാണല്ലോ. അപ്പോൾ ഇനി എൻ്റെ കൂടെ എഴുതി വരിക. ബുക്ക് ഓർന്നാട്ടെ. റെഡിയോ? ഞാൻ വേണ്ടി ഈ xnനെ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കുകയാണ്, ഇങ്ങനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ശരിയാണോ തെറ്റാണോ? ഈ സീക്വൻസിൽ വന്നിരിക്കുന്ന ടേമുകളെല്ലാം 3ൻ്റെ ഒരു മൾട്ടിപ്പിളിനോട് കൂടി ഒന്നുകൂടെ കൂട്ടുന്നതാണ്, ഒന്നുകൂടെ ആഡ് ചെയ്യുന്നതാണ്. ശരിയോ തെറ്റോ? അതുകൊണ്ട് ആദ്യത്തെ ആളായ 4നെ നോക്കിക്കേ. 3ൻ്റെ ആദ്യത്തെ ഗുണിതം, ആദ്യത്തെ മൾട്ടിപ്പിൾ ആരാ? 3. അതിനോടൊന്ന് കൂട്ടുന്നതല്ലേ 4. രണ്ടാമത്തെ ആളായ 7, 3ൻ്റെ രണ്ടാമത്തെ മൾട്ടിപ്പിളായ ആദ്യത്തെ 6. ആ 6നോട് കൂടി ഒന്ന് കൂട്ടുന്നതല്ലേ? അടുത്ത ആളായ 10, 3ൻ്റെ മൾട്ടിപ്പിളായ 3ൻ്റെ ഗുണിതമായ 9നോട് കൂടി ഒന്ന് കൂട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേം എടുത്താലും അതൊരു 3ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി ഒന്ന് കൂട്ടുന്നതാണ്. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എഴുതിയാട്ടെ എ മൾട്ടിപ്പിൾ ഓഫ് 3 + 1. ഇനിയാണ് നമ്മുടെ പ്രൂവ് ദാറ്റിലോട്ട് നമ്മൾ കിടക്കുന്നത്. എന്തൊരു പ്രൂവ് ദാറ്റ്? ഇതിലെ ടേമുകളുടെ എല്ലാം സ്ക്വയറുകളും
ഇതിലെ ടേമാണെന്നല്ലേ തെളിയിക്കേണ്ടത്? ഒറ്റ പരിപാടി. ഇതല്ലേ ടേമിനെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതാണ്. ഇയാളുടെ എന്തങ്ങോട്ട് എടുക്കുക? സ്ക്വയർ എടുക്കുക. ഇതല്ലേ ടേമിനെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് എന്നിൻ്റെ എന്തങ്ങോട്ട് എടുക്കുക? സ്ക്വയർ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ എഴുതിയാട്ടെ, എക്സ് എൻ സ്ക്വയർ. എക്സ് എൻ സ്ക്വയർ എങ്ങനെ എഴുതും നമ്മൾ? 3n + 1 3n + 1 the whole square. 3n + 1 the whole square. ഈ ഓൾജിബ്രിക് ഫോമിൻ്റെ സ്ക്വയർ എന്തിനാണ് കണ്ടുപിടിച്ചത്? ആരും വേണ്ടുന്നില്ല. ഈ സീക്വൻസിലെ ടേമിനെ മൊത്തത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണല്ലേ ഓൾജിബ്രിക് ഫോം. അപ്പം ടേമിൻ്റെ സ്ക്വയർ അതിലുണ്ടോയെന്നറിയാൻ അതിൻ്റെ സ്ക്വയർ ഇങ്ങെടുത്ത് നോക്കിയാണ്. ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. a + b the whole square. നമുക്ക് നിങ്ങൾ x + y എന്ന് പറഞ്ഞായിരിക്കും പഠിച്ചേക്കുന്നത്. ഇത് a² + 2ab + അപ്പോൾ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. പറഞ്ഞോട്ടെ, ആദ്യത്തെ ആളിൻ്റെ സ്ക്വയർ എഴുതിക്കോ. 3n ഒന്നുമില്ല, 3n the whole square plus 2 × a × b 2 × 3n × 1 plus 1 സ്ക്വയർ. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി പിന്നീട് എപ്പോഴെങ്കിലും സംശയം വരുമെന്നുള്ളവർ നേരെ വലതുവശത്ത് വർക്കിംഗ് കോളത്തിൽ ഇത് എഴുതിയിടുക. a + b the whole square equal a + b the whole square equal a² + 2ab + 3n സ്ക്വയർ എത്ര? 3n സ്ക്വയർ 3 സ്ക്വയർ 9 n സ്ക്വയർ n² ആണോ? പ്ലസ് 2 × 3n × 1 6n പ്ലസ് 1 സ്ക്വയർ. ഇനി ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ആൻസറിലെ ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഈ 2 ടേമിൽ നിന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? 3n എടുക്കാം. പക്ഷെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു 3 മാത്രമേ എടുക്കുന്നുള്ളൂ. ആരെ മാത്രമേ എടുക്കുന്നുള്ളൂ? 9ൽ നിന്നും 6ൽ നിന്നും 3 എടുക്കാം. n² നിന്നും n നിന്നും n എടുക്കാം. പക്ഷെ ഞാൻ ആരെടുക്കുന്നുള്ളൂ? റോഷ്നി. സാറിൻ്റെ ഓരോരോ അഹങ്കാരമുണ്ട്. ഞങ്ങളങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ സാറെന്തെല്ലാം പറഞ്ഞതിന് എൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഒരു 3 നമ്മളിന്ന് കോമൺ എടുത്തു. എടുത്താട്ടെ. എടുത്താൽ ബാക്കി എന്തൊക്കെ വരും പറഞ്ഞാട്ടെ? ബാക്കി എന്തൊക്കെ വരും? 9n² നിന്ന് 3 ഇങ്ങ് പോകുന്നു. ബാക്കി 3n². ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടണം. 3 × 3n² ആണ് ആരെന്ന് പറയുന്നത്? 9n² പ്ലസ് 6nൽ നിന്ന് 3 ഇങ്ങ് പോന്നാൽ 3n 2n 3 × 2n ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കോമൺ ഫാക്ടർ എടുക്കുക എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നല്ല അർത്ഥം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നർത്ഥം. എന്താണ്? +1. ഇതിനർത്ഥം സംശയമുണ്ടോ? അപ്പോൾ എൻ്റെ ചോദ്യം, 3n എടുക്കാമായിരുന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് 3 മാത്രം എടുക്കും? സാർ ഓരോരോ ഓടാക്കൊള്ളി നിർത്തിയിട്ടുണ്ട്. 3n എടുക്കാമായിരുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ അവിടുന്ന് 3 മാത്രമേ എടുത്തുള്ളൂ. എന്താ കാര്യം? ബോർഡിൽ തന്നെ കിടപ്പുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ സീക്വൻസിലെ ടേമുകളുടെ പ്രത്യേകത എന്താണ്? 3ൻ്റെ ഒരു മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതാണ്. 3 × എന്ന് എഴുതുന്നവരല്ലേ 3ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതാരാ? എ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ്. അപ്പോൾ ഈ സീക്വൻസിലെ ടേമുകളുടെ സ്ക്വയറും ഇതിന് തന്നെ ടേമല്ലേ?
അതുകൊണ്ടാണ് ആ സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടിയത്? എ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന് കിട്ടിയത്. എഴുതിയാട്ടെ, എ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1. ഓക്കെ വിവാസേ, ഇനി നമ്മുടെ കൺക്ലൂഷൻ എഴുതുക. എഴുതുക the squares of all the terms of the arithmetic sequence 4, 7, 10 etc. 4, 7, 10 etc. belong to the sequence. അപ്പോൾ അവരുടെ സ്ക്വയർ ചോദ്യത്തിൽ കിടപ്പുണ്ട്, ബിലോങ് ടു ദി സീക്വൻസ്. ആ ടേമുകളുടെ സ്ക്വയർ എവിടെ തന്നെ ഉണ്ട്? ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓൾ സ്റ്റാൻഡേർഡ് വായിച്ച് നോക്കുക, മനസ്സിലാകുന്നവർക്കിരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.